ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ് اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وَإِذَا قِيلَ لَهُمْ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ. رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം അതിന്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനു വേണ്ടി നാടും നഗരങ്ങളും ഏതൊക്കെ രീതിയിൽ അതിനെ ആഘോഷിക്കാൻ സാധിക്കുമോ അതിനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 80 വർഷങ്ങൾക്ക് മുൻപ് ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന ഹിന്ദുവും മുസൽമാനും സർവമത ജാതികളും ഒരുമിച്ച് നിന്ന് ത്യാഗം ചെയ്ത് നേടിയെടുത്തിട്ടാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ എന്ന രാജ്യത്തെ സ്വതന്ത്രമാക്കിയത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരാൻ പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് മതേതര ഭാരതം എന്ന ഒരു വിളിപ്പേരിൽ അറിയപ്പെടാനുള്ള കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തവരിൽ ഹിന്ദുക്കൾ മാത്രം, മുസ്ലിമീങ്ങൾ മാത്രം, ക്രൈസ്തവർ മാത്രം എന്നല്ല ചരിത്രം വിശേഷിപ്പിച്ചിട്ടുള്ളത്. എല്ലാ മതങ്ങളിലും പെട്ട ആളുകൾ ചേർന്ന് നിന്നിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്നും ആ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള കാരണം ഒരു മനുഷ്യന്റെ സ്വൈര്യ ജീവിതത്തിനും ആ നാട് സമാധാനപ്പെടണമെങ്കിലും ആ രാജ്യത്ത് സ്വാതന്ത്ര്യം നിലനിന്നേ മതിയാകൂ എന്നുള്ളതുകൊണ്ടാണ് ഈ രാജ്യത്തുള്ള ഓരോരുത്തരും അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്നത്. കാരണം ഏതൊരു രാജ്യത്തിന്റെയും ഭദ്രത
രാജാക്കന്മാർ അടിച്ചമർത്തപ്പെടാത്ത മനുഷ്യജീവിതവും, അതല്ലെങ്കിൽ ഓരോരുത്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യവും അവരുടേതായ മതവിശ്വാസവും മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു സ്വാതന്ത്ര്യമുണ്ടെങ്കിലേ ഏത് നാടും ഏത് രാജ്യങ്ങളും ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് സ്വാതന്ത്ര്യം എന്ന ചോദ്യത്തിന് ഒരൊറ്റ വാക്കിന്റെ ഉത്തരം അവനവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെയും മറ്റെല്ലാ മതങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് സ്വന്തം വിശ്വാസത്തിൽ നിർഭയത്വത്തോടുകൂടി നിൽക്കാൻ സാധിക്കുക എന്നതാണ് സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ പൊരുൾ. അൽഹംദുലില്ലാഹ് ഒരു പരിധിവരെ ആ സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്നുണ്ട്, ഒരു പരിധിവരെ. അതുകൊണ്ട് തന്നെ ആ പരിധി പോലും തകർക്കാൻ വേണ്ടി ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് വരുത്തി തീർക്കാനും പിന്നീട് സമാധാനത്തോടെ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഫാസിസത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പരിശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ചില മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ അവസ്ഥയ്ക്ക് കാരണം ഇത്തരക്കാരായ ചില ചിന്താഗതിക്കാരുടെ വാക്കുകൾ കേട്ട് ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളിൽ പോലും ഇതര മതങ്ങളോടുള്ള വെറുപ്പുൽപാദനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിനിടയിൽ ഈ രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാതെ ഈ രാജ്യത്തുള്ള ഭരണകൂടം നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള, ഈ രാജ്യത്തെ സർവ്വ മതങ്ങൾക്കും അനുവദിച്ചു നൽകിയിട്ടുള്ള അവരുടേതായ ഭരണഘടനാ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട് തന്നെ ജാഗ്രതയോടെ നിൽക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മളുണ്ട് എന്ന തിരിച്ചറിവ് വരാനിരിക്കുന്ന ഒരു തലമുറക്ക് പോലും നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓരോ മതങ്ങളെയും തെരഞ്ഞുപിടിച്ചക്രമിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നും അവരുടെ പേരുകൾ പോലും മാറ്റം വരുത്താൻ വേണ്ടി, അത് താജ്മഹലാവട്ടെ, സുൽത്താൻ ബത്തേരി ആവട്ടെ, മുസ്ലിം സമൂഹത്തിന്റേതൂടി സ്ഥാനമുണ്ടായിട്ട് ഇന്ത്യ പൂർണ്ണമാകൂ എന്നതിൽ നിന്ന് അവർ ഈ സമൂഹത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു ന്യൂനപക്ഷ തീവ്രവാദ വർഗീയ ചിന്താഗതിക്കാർ പരിശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയോടൊപ്പം ഈ രാജ്യത്തോട് നമ്മൾ ചെയ്യേണ്ട ചില കടമകളും കടപ്പാടുകളും ഇനിയും നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരാകേണ്ടതുണ്ട്. കാരണം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ സമൂഹത്തിന്റെ ഭദ്രത നഷ്ടപ്പെടും. ഈ സമൂഹത്തിന്റെ അവസ്ഥകൾ വലിയ മോശകരമായ അവസ്ഥയിലേക്കാക്കപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബൊരു ജനതക്ക് കൊടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ ആ ചരിത്രം ബോധ്യപ്പെടുത്തി. ആനക്കലഹം എന്നൊരു ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നു. യമൻ രാജാവായിരുന്ന അബ്രഹത്ത്, ക്രിസ്ത്യൻ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ കണ്ണിൽ എപ്പോഴും അസൂയയുണ്ടാക്കുമായിരുന്നു മക്ക എന്ന രാജ്യവും ആ രാജ്യത്തുള്ള കഅബ എന്ന പവിത്ര ഭവനവും. സാമ്പത്തികമായി അങ്ങേയറ്റം ബലഹീനരാണ് മക്കയെങ്കിലും ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും മക്കയിലെ കഅബയിലേക്കൊരു തീർത്ഥാടനമുണ്ട്, അതാണ് അവരുടെ ധൈര്യം എന്ന് ചിന്തിച്ച അബ്രഹത്ത് എന്ന യമൻ ഭരണാധികാരി ആ കഅബയിൽ നിന്നും ആളുകളെ തടയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടിലെ സൻആനിൽ ഒരു പള്ളി നിർമ്മിക്കുകയും ജനങ്ങളോട് അവിടേക്ക് തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ കഅബ മനസ്സിലുള്ള മുസ്ലിം സമൂഹത്തിന് അബ്രഹത്ത് രാജാവിന്റെ പള്ളിയിലേക്ക് പോകാനേ വിസമ്മതം. അതൊരു കാരണമായി കണ്ട് അബ്രഹത്ത് രാജാവ് ആനപ്പടയോടൊപ്പം കഅബ തകർക്കാൻ വേണ്ടി പുറപ്പെട്ടു. പക്ഷേ കഅബക്ക് നേരെ ആന നിൽക്കാത്തൊരവസ്ഥ. കഅബയുടെ നേരെ ആന തിരിയുമ്പം ആന മുട്ടുകുത്തി വീഴുന്നു. അതേ സന്ദർഭത്തിൽ അവരേതർത്ഥത്തിൽ റബ്ബ് നശിപ്പിച്ചു എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ റബ്ബ് ഓർമ്മപ്പെടുത്തി. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനകളെ വിട്ട്, അതല്ലെങ്കിൽ ആനകളെ കൊണ്ട് രാജ്യം ആക്രമിക്കാൻ വന്ന ആളുകളെ റബ്ബ് എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ചവച്ചരക്കപ്പെട്ട വൈക്കോല് പോലെ അവരെ റബ്ബാക്കി കളഞ്ഞു. അതിനുശേഷം മക്കയോട് രാജ്യങ്ങൾക്ക് വലിയ ബഹുമാനമായിരുന്നു. തുച്ഛരായിരുന്ന മക്കയിലെ ജനതയെ
വലിയ അബ്രഹത്തിന്റെ രാജ്യഭരണത്തിൽ നിന്ന്, ശത്രുതയിൽ നിന്ന് റബ്ബാണ് രക്ഷപ്പെടുത്തിയതെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മക്ക നിർഭയത്വത്തിന്റെ നാടായി. പിന്നീട് ഒരു രാജ്യങ്ങളും മക്കൾക്ക് നേരെ ആക്രമണത്തിന് വന്നിട്ടില്ല. പിന്നെ മക്കയിൽ അഭിവൃദ്ധി വളരാൻ തുടങ്ങി. അവരുമായി കച്ചവടത്തിന് ഇതര രാജ്യങ്ങൾ തയ്യാറായി. ആ അവസ്ഥയെക്കുറിച്ച് തന്നെ റബ്ബ് ഓർമ്മപ്പെടുത്തി, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ. അവർക്കതാ ഭയപ്പാടിൽ നിന്ന്, വിശപ്പിൽ നിന്ന് റബ്ബ് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. വആമനഹും മിൻ ഖൗഫ്. ഭയപ്പാടിൽ നിന്ന് അദ്ദേഹം റബ്ബ് അവർക്ക് നിർഭയത്വം കൊടുക്കുകയും ചെയ്തു. ആ ഒരു നിർഭയത്വത്തിന്റെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിലേക്ക് പിന്നീട് നബിത്തങ്ങൾ വരികയും ആ പ്രവാചക വചനം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നബിത്തങ്ങൾ തന്നെ ആവർത്തിച്ചോർമ്മപ്പെടുത്തി, മക്ക അതെന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മാതാവിന്റെ സ്ഥാനത്ത് എന്നിവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യസ്നേഹമാണ് ഇസ്ലാം എക്കാലഘട്ടത്തിലും സ്വാതന്ത്ര്യത്തിലൂടെ ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വസ്തുത. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, ഈ സ്വതന്ത്ര രാജ്യത്തുള്ള വിശ്വാസികൾ എങ്ങനെ ജീവിക്കണം. അല്ലദീന ഇൻമക്കന്നാഹും ഫിൽ അർളി. റബ്ബ് പറയുന്നു, അവർക്ക് ഞാൻ ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു എങ്കിൽ അഖാമുസ്സലാത്ത, അവര് നമസ്കാരം നിലനിർത്തണം. വആത്തു സകാത്ത, സകാത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ വഅമ്റു ബിൽ മഅറൂഫ്, അവർ സദാചാരം കൽപ്പിക്കണം. വനഹൗ അനിൽ മുൻകരി, ദുരാചാരത്തെ തൊട്ട് തടയുകയും ചെയ്യണം. ഒരു സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുമ്പോ അവന്റെ ഇബാദത്തിന്റെ നമസ്കാരം നിർവഹിക്കണം, സകാത്ത് കൊടുക്കണം. അതോടൊപ്പം റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു, നാട്ടിനെ ബാധിക്കാവുന്ന, സമൂഹത്തെ തകർക്കാവുന്ന, സദാചാരത്തെ നശിപ്പിച്ചു കളയുന്ന ഏത് പ്രവർത്തനത്തിന്റെ നേരെയും ഒരു മുസ്ലിം ഉണ്ടാവണം. അതാ സമൂഹത്തെ മാത്രമല്ല കുടുംബത്തെയും തകർക്കുമെന്നും രാജ്യത്തിന്റെ ഭദ്രത നഷ്ടപ്പെടുത്തുമെന്നും 1400 കൊല്ലം മുൻപ് നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇന്നത്തെ ഭാഷയിൽ അതിങ്ങനെ വിശദീകരിക്കാം. ഈ രാജ്യത്തെയും നമ്മളെ നാടിനെയും നശിപ്പിക്കുന്നത് ലഹരിയാണെങ്കിൽ പോലും അതാര് നടത്തിയാലും, ഏവൻ നടത്തിയാലും, ആരൊക്കെ അതിന് പിന്തുണ കൊടുത്താലും, വീണ്ടും തുറക്കാൻ ആഗ്രഹിച്ചാലും ശരി, ഞങ്ങൾ അതിന്റെ കൂടെയില്ലെന്ന് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ രാജ്യത്തെയും സമൂഹത്തെയും സ്നേഹിക്കുന്ന നമുക്ക് പറയാൻ പറ്റുമ്പോഴേ നിങ്ങൾ വിശ്വാസിയാവൂ എന്ന് ലോകത്തിന്റെ റബ്ബ് ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു, വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. അവസാനം, പര്യവസാനം റബ്ബിന്റെ അടുത്തേക്ക് തന്നെയാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാവട്ടെ, ലോകത്തിന്റെ യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ, പശ്ചിമേഷ്യയിലാവട്ടെ, എവിടെയാണെങ്കിലും ശരി, വആഖിബത്തുൽ ഉമൂർ, അവസാനം നിങ്ങളുടെ പര്യവസാനം നിങ്ങളുടെ റബ്ബിന്റെ അടുത്തേക്ക് തന്നെയാണ് എന്ന് റബ്ബ് ഓർമ്മപ്പെടുത്തി തരുന്നു. ഇതാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ദിനത്തിലും തുടർന്നും നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങളും പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പരിണിത ഫലമോ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിലേക്ക് കോപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെയാണ് ഇന്ത്യ മഹാരാജ്യത്തും വിശിഷ്യ കേരളക്കരയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഈ ഇട്ടാവട്ടത്തുള്ള ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ടൊരു നേതാവ് പ്രസംഗത്തിനിടയിൽ വ്യാഖ്യാനിച്ചതും, CM മക്കാമിൽ കിടക്കുന്ന ശൈഖുന ഹജ്ജിന്റെ സമയത്ത് യാത്ര പോകുമ്പോ നടുക്കടലിൽ വെച്ച് നിലച്ചുപോയ കപ്പലിന്റെ ഉള്ളിൽ കപ്പിത്താനടക്കം വെപ്രാളപ്പെട്ടു നിൽക്കുമ്പോ അവിടെയുണ്ടായിരുന്ന 2 മുരീദന്മാർ CM മക്കാമിലെ ഷെയ്ഖിന്റെ പേരിൽ 100 കുത്തുബിയത്ത് ചൊല്ലിയപ്പോ നടുക്കടലിലൂടെ ഷെയ്ഖിനെ വടിയും കുത്തിപ്പിടിച്ചു വന്ന് കപ്പലിന്റെ എഞ്ചിന് 2 തട്ട് തട്ടിയപ്പോ കോഴിക്കോട് കടപ്പുറത്തേക്ക് കപ്പല് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിലെത്തി എന്ന് വ്യാഖ്യാനിക്കുന്ന അന്ധവിശ്വാസത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്ന പുരോഹിതന്മാരാണ് ഈ സ്വതന്ത്ര രാജ്യത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ മറുഭാഗത്തോ പ്രവാചകന്റെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന ചില തങ്ങന്മാരായ ആളുകൾ വ്യത്യസ്തമായ അറബി പേരുകൾ വെച്ച്, അത് നൂറെ ഹബീബാവാം, അറിവിൽ നിലാവാം, വ്യത്യസ്ത പേരുകൾ വെച്ച് വീട്ടിൽ തുറന്നു വെച്ചിരിക്കുന്ന ടിവിക്കുള്ളിലൂടെ ആശീർവാദം കൊടുക്കുകയും ടിവിക്ക് താഴെ വെച്ച കിണ്ണത്തിലെ വെള്ളത്തിൽ ഷെയ്ഖുന ടിവിക്കുള്ളിലൂടെ ഊതുകയും ചെയ്യുന്നു എന്ന വിശ്വാസം തുടങ്ങി സൗദി അറേബ്യയിലെയും ദുബായിലെയും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ കേരളത്തിലുള്ള
ഇത്യാദി തങ്ങന്മാരുടെ അടുത്തുപോയി അവരുടെ പേരിൽ, ഷെയ്ഖിന്റെ പേരിൽ അങ്ങനെയൊക്കെ ചിലത് കാണിച്ചാൽ മതി, ഞങ്ങളെ മുരീദന്മാരായാൽ മതി എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന അന്ധവിശ്വാസത്തിന്റെ തടവറയില ഇന്ന് മുസ്ലിം സമൂഹം. പ്രത്യേകിച്ച് കേരളത്തിലെ പല മുസ്ലിം സമൂഹങ്ങളും ചിന്തിച്ചു നോക്കൂ. 1400 കൊല്ലങ്ങൾക്ക് മുൻപ് മക്കയിൽ നിന്ന് ലോകത്തിന്റെ നബിത്തങ്ങൾ പഠിപ്പിച്ച വാക്ക് ഇന്ന് കേരളത്തിൽ എത്ര മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്? മദീനയിൽ നിന്നും തിരിച്ച് മക്കയിലേക്ക് വിജയിച്ചു വന്നപ്പോ മക്കയിലുള്ള സർവ്വ കബറുകളും കെട്ടിപ്പൊക്കിയ കുമ്മായമിട്ട് കെട്ടിപ്പൊന്തിച്ച സർവ്വ കബറുകളും അടിച്ചു നിരപ്പാക്കാൻ വേണ്ടി കൽപ്പിച്ച, അത് കണ്ണുകൊണ്ട് നോക്കി നിന്ന നബിത്തങ്ങളുടെ വിശ്വാസം ഇന്ന് കേരളത്തിലെ എത്ര പേർ ഉൾക്കൊള്ളുന്നുണ്ട്? അജ്മീരും നാഗൂരും മുത്തുപ്പേട്ടയും ഉള്ളാളും തുടങ്ങി CM മക്കാമും അമ്പറവും ഷെയ്ഖിന്റെ പള്ളിയുമടക്കം പൈതൽ ജാല് മക്കാറം വരെ ആളുകൾ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷ കേരളത്തിലെ മുസ്ലിം സമുദായവും സ്വാതന്ത്ര്യത്തിലല്ല. അവർ വിശ്വാസത്തിന്റെ തടവറയിൽ, അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനോട് നമുക്ക് പറയാനുള്ളത്, രാജ്യം സ്വാതന്ത്ര്യത്തിലെത്തിയിട്ടുണ്ടെങ്കിലും അന്ധമായ അനുകരണത്തിൽ നിന്ന്, അനുകരണ തടവറയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് സ്വതന്ത്രരാവണം. അവിടെ നിങ്ങൾ വ്യക്തികളെ നോക്കണ്ട, സംഘടനാ സങ്കുചിതത്വവും നിങ്ങൾ വെക്കണ്ട. മറിച്ച് റബ്ബ് ഓർമ്മപ്പെടുത്തിയതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാനി, തീർച്ചയായും സന്യാസിമാരിലും പണ്ഡിതരിലും പുരോഹിതരിലും പെട്ട ചില ആളുകൾ ലയഉകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി, അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാ, അതോടൊപ്പം റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത്തരക്കാരായ ആളുകളെ നിങ്ങൾ അംഗീകരിക്കരുത് എന്ന് റബ്ബ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം പകല് പോലെ സത്യമാണെന്നറിയാൻ ഏതാനും ചില ഉദ്ധരണികൾ ശ്രദ്ധിച്ചാൽ മതി. ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന ആളുകളോട് എന്തിനാ ബദർ യുദ്ധം നടന്നതെന്ന് ചോദിച്ചപ്പോ കേരളത്തിലൊരു പുരോഹിതൻ തിരിച്ചു പറഞ്ഞത്, ബദറിൽ ബദർ നടന്നത് കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് ബദരീങ്ങളുടെ ആണ്ടാഘോഷിക്കാനാണ് എന്ന് തിരിച്ചു പറഞ്ഞത് ഇതേ നാട്ടിലാണ്. അതിനേക്കാളേറെ കുത്തറാത്തീബ് നടത്തുന്നവരോട് മക്കയിലും മദീനയിലും ജീവിച്ചിരുന്ന നബിത്തങ്ങൾ ഒരിക്കൽ പോലും മക്കയിലും മദീനയിലും കുത്തറാത്തീബ് നടത്തിയിട്ടില്ലല്ലോ എന്ന് തിരിച്ചു ചോദിച്ച സമയത്ത്, അതല്ലെങ്കിൽ അവിടെയൊന്നും കൊടികുത്ത് നേർച്ച കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് കേരളത്തിലൊരു പുരോഹിതൻ തിരിച്ചു പറഞ്ഞത്, കഅബയുടെ മുൻപിലുള്ള ഹോട്ടലിന്റെ മുൻപിൽ 10ഓളം രാജ്യങ്ങളുടെ കൊടിയില്ലേ, അത് കൊടികുത്തായിട്ടാൻ സങ്കല്പിച്ചപ്പോരെ എന്ന് തിരിച്ചു ചോദിക്കുന്ന അഖ്ബാറുകൾ, റുഹ്ബാനുകൾ, പണ്ഡിതരിലും പുരോഹിതരിലും പെട്ട ആളുകളുടെ വിശ്വാസത്തിന്റെ അന്ധതയിൽ, തടവറയിൽ പെട്ടുപോയിട്ടുണ്ട് മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം. അതുകൊണ്ടാ പലപ്പോഴും ജാറങ്ങൾ വീണ്ടും തയ്ച്ചു വളരപ്പെടുന്നത്. അതുകൊണ്ട് അന്ധവിശ്വാസം പെരുകുന്നത്. മന്ത്രിച്ചൂതലും ഏലസ് കെട്ടലും തുടങ്ങി, വീട്ടിന്റെ ഉത്തരത്തിൽ കുപ്പികളിലൂടെ മന്ത്രിച്ചൂതിയ വെള്ളം കെട്ടിത്തായ്ത്തല് തുടങ്ങി. ഇപ്പോഴും വീട്ടിൽ കൂടുന്ന സമയത്ത് ഉസ്താദുമാരെ കൊണ്ട് പാല് കാപ്പിച്ച് ആ കാച്ചിയ പാലിന്റെ ബാക്കി അടുപ്പത്തുകിയാലേ വീട്ടിന്റെ പ്രവേശനം ഒരു ബർക്കത്തുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രാജ്യത്തിലെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ. നമ്മളുടെ വിശ്വാസത്തിൽ അന്ധതയിലും അതോടൊപ്പം നമ്മൾ അനുകരണ ലോകത്തും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന്, അന്ധവിശ്വാസത്തിന്റെ തടവറയിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരാവണം. അതിന് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിന്റെ വലുപ്പം നോക്കണ്ട, ഏതെങ്കിലും മതസംഘടനകളുടെ വലുപ്പം നോക്കണ്ട. ഖുർആനിലും ഹദീസിലും ഉണ്ടോ എങ്കിൽ ഞാനത് സ്വീകരിക്കും. പുരോഹിതന്മാരുടെ തലച്ചോറിനനുസരിച്ച് അവർ വ്യാഖ്യാനിച്ചതാണോ? ഞങ്ങൾക്കത് വേണ്ട. ഷിയാക്കളും കുബൂരികളും കൊണ്ടുവന്നതാണോ? എങ്കിൽ ഞങ്ങൾക്കത് വേണ്ട. ഇതൊക്കെ പറയുമ്പോഴും രണ്ടാമത്തെ ഒരു കൂട്ടര് പറയും, പാരമ്പര്യത്തിന്റെ തടവറയില, അവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കാലങ്ങളായി വാപ്പയും ഉമ്മയും ജീവിച്ചു പോന്ന പാരമ്പര്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് മാത്രം ജീവിക്കുന്നവർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുബഹി ജമാഅത്തിന് മാത്രം വീട്ടുകൂടലിന് ഒരു ആളുകളെ കൂട്ടി ജമാഅത്ത് സംഘടിപ്പിക്കുമ്പോ അവരോടൊന്ന് പറഞ്ഞു നോക്കൂ, അല്ല ജമാഅത്ത് പള്ളിയിലല്ലേ, വീട്ടിലേക്ക് നിങ്ങൾ സുബഹീന്റെ മുൻപ് കൂടിക്കോ, എന്നിട്ട് അവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോ, എന്നിട്ട് ജമാഅത്തിന് പള്ളിയിലേക്ക് പോന്നോ എന്ന് പറയുമ്പോൾ ചിലർ പറയും കാരണവർക്ക് വലിയ ഇഷ്ടമല്ല, ഉമ്മാക്കതിൽ വലിയ താല്പര്യമല്ല, മുൻഗാമികളൊക്കെ എങ്ങനെയൊക്കെയാ ചെയ്തത്, അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് അതിലൊരു കൊസ്രാക്കൊള്ളി കാണിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി തന്നു, പാരമ്പര്യത്തിന്റെ തടവറയിൽപ്പെട്ടവരായിരുന്നു എക്കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിനെ സമൂഹത്തിൽ നശിപ്പിച്ചു കളഞ്ഞത്.
ഇന്ന് ഇഷ്ടം പോലെ ബിദ്അത്തുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. മാല മൗലൂദുകൾ, അതിനേക്കാളേറെ പ്രവാചകന്റെ പേരിൽ നടത്തുന്ന മൗലൂദുകൾ, റാത്തീബുകൾ, അവിടെയും തീരാത്ത വാപ്പാന്റെ കണ്ണോക്ക്, വല്യുമ്മാന്റെ 7, മൂത്താപ്പാന്റെ 40 തുടങ്ങി ഖുർആനൊത്തും തൽക്കീനും തുടങ്ങി നിരവധി അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുമ്പോ ഒന്ന് ചോദിച്ചു നോക്കി, ഇതിന് ഇസ്ലാമായിട്ട് തെളിവുണ്ടോ? ഇസ്ലാമായിട്ട് തെളിവുണ്ടോ എന്നൊന്നും അറിയില്ലെങ്കിലും വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്കയും കാക്കർണമാരൊക്കെ മരിച്ചപ്പോ ഞങ്ങൾ അതൊക്കെ ചെയ്തതാ. വല്യമ്മ മരിച്ചപ്പോ ഞങ്ങൾ അരി വാരിയതാ. മുത്താപ്പ മരിച്ചപ്പോ ഉസ്താദുമാരെ കൊണ്ട് ചെല്ലിച്ചതാ. ഇളയമ്മ മരിച്ചപ്പോ തലക്കും ഭാഗത്ത് മൊയ്യാരെ കൊണ്ട് ഓദിപ്പിച്ചതാ എന്ന് പറയുമ്പം മൊയ്യാമാരും തലേക്കെട്ടുകാരും മുൻപാകിമകളായ ആര് അന്ധവിശ്വാസത്തിൽ പ്രചരിപ്പിച്ചാലും ഇല്ലായ്മ പറഞ്ഞാലും ഖുർആനിലും ഹദീസിലും അതുണ്ടോ? നബിത്തങ്ങൾ മരിച്ചപ്പോ തലക്കും ഭാഗത്ത് വന്ന് ഖുർആൻ ഓതിയതാരാ? റസൂലിന്റെ പ്രിയപ്പെട്ട മക്കൾ കൺമുൻപിൽ മരിച്ചപ്പോ 3 ആൺമക്കളും 3 പെൺമക്കളും നബിത്തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മരണപ്പെട്ടതാ. അവരെ മയ്യത്ത് നബിത്തങ്ങൾ കുളിപ്പിച്ചതാ. റസൂൽ അവരെ കൊണ്ടുപോയി മറമാടിയത്. ഈ 6 മക്കളുടെ മയ്യത്തിന്റെ തലക്കും ഭാഗത്തുനിന്ന് നബിത്തങ്ങൾ ഖുർആൻ ഓതിയോ? ആരെക്കൊണ്ടെങ്കിലും ഓദിച്ചോ? കബറും പുറത്ത് കത്തപ്പര കെട്ടിയോ? മക്കളെ 3 കഴിച്ചോ, 7 കഴിച്ചോ, 40 കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഞാളെ പാരമ്പര്യം എങ്ങനെയായിപ്പോയി എന്ന് പറയും അവർ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ തബിഉ മാ അൻസലല്ലാഹു, നിങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ ഖാലു, അവർ പറയും ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളെ പൂർവികരായ പിതാക്കന്മാർ ചെയ്തതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അവലൗകാന ആബാഉഹും, റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു, അവലൗകാന ആബാഉഹും, അവരുടെ പിതാക്കന്മാർ ലാ യഅ്കിലൂന ശൈഅൻ, ഒരു വിവരമില്ലാത്തവരാണെങ്കിലും ശരി, വലാ യഹ്തദൂൻ, അവർക്ക് സന്മാർഗം കിട്ടിയിട്ടില്ലെങ്കിലും ശരി, ആളുകൾ പറയും വാപ്പയമ്മ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും, ഞങ്ങൾ സ്ഥിരമായി നടത്തുന്നതുകൊണ്ട് അത് നടത്തിയേ മതിയാവും എന്ന് പറയും. അഥവാ പാരമ്പര്യ വിശ്വാസത്തിന്റെ തടവറയിലാണ് നബി അവർ. അതിൽ നിന്നും അവരോട് സ്വതന്ത്രരാവാൻ പറയണം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഒരു ഭാഗത്ത് ആഘോഷിക്കുമ്പോ നമ്മളെ വ്യക്തിജീവിതത്തിൽ ഏതൊക്കെ രംഗത്ത് നമ്മൾ സ്വതന്ത്രരാവണമെന്ന് ചിന്തിക്കണം. ആ സ്വാതന്ത്ര്യം ഒരിക്കലും ഇന്ന് ലിബറലുകൾ പറയുന്ന മാതിരി മതത്തിന്റെ ഒരു വിശ്വാസവും വേണ്ട, അവനാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്നല്ല. മതം പഠിപ്പിച്ച രീതിയിൽ, മനുഷ്യനാവാൻ മതം ഓർമ്മപ്പെടുത്തിയ രീതിയിൽ ജീവിക്കണം. ഏത് മതമാ? അതല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം മതമായി പഠിപ്പിച്ചത് മനുഷ്യനായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാ. കുടിക്കരുതേ എന്ന് പറഞ്ഞു. ലിബറലുകൾ പറഞ്ഞു കുടിക്കാൻ തോന്നിയാ കുടിക്കണം, വ്യഭിചരിക്കരുതേ എന്ന് പറഞ്ഞു. ലിബറലുകൾ പറഞ്ഞു അങ്ങനെപ്പൊരു ഇഷ്ടം തോന്നിയാൽ അത് ഗേ ആണെങ്കിലും ശരി, നമ്മളെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കണം, ഉപയോഗിക്കരുതേ എന്ന് പറഞ്ഞു. ആസ്വാദിക്കാനുള്ളതാ ജീവിതം എന്ന് ലിബറലുകൾ പറഞ്ഞു. മതം പറയുന്നത് മനുഷ്യനോട് അവന്റെ ജീവിതത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളാ. ഭാര്യയെ പരിപാലിക്കണം, മക്കൾക്ക് ചെലവാക്കണം, വാപ്പനെയും പരിഗണിക്കണം, മക്കളോട് നീതി കാണിക്കണം, കുടുംബത്തിന് വേണ്ടി ജീവിക്കണം, അയൽവാസിയോട് കാരുണ്യം കാണിക്കണം, കച്ചവടത്തിൽ മാന്യത കാണിക്കണം. ഇങ്ങനെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും നന്മയല്ലാത്തതൊന്നും ലോകത്ത് അള്ളാഹുവിന്റെ തിരുദൂതന്റെ മതം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ആ മതം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇനി നമ്മളെ ജീവിതത്തിൽ അന്ധവിശ്വാസത്തിന് സ്ഥാനം കൊടുക്കാൻ പാടില്ല. പാരമ്പര്യ വിശ്വാസത്തിനോ വിവരമില്ലാത്ത പുരോഹിതന്മാരുടെ വാക്കുകൾക്കോ നമ്മൾ സ്ഥാനം കൊടുക്കാൻ പാടില്ല. അവിടെയും നമ്മൾ ആ തടവറയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണം. ആ തിരിച്ചറിവാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഈ ഒരു സന്തോഷ പുലരിയിലേക്ക് കാത്തിരിക്കുമ്പോ നമ്മളെ ഹൃദയത്തെ സ്വാധീനിക്കേണ്ടത്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നുള്ളതല്ല. ഈ രാജ്യം നമ്മളെ പോറ്റുമ്മയാ. ഈ രാജ്യത്ത് നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്നവരാ. ഈ രാജ്യത്തെ തകർക്കാൻ മുന്നിട്ടിറങ്ങുന്നത് ഏത് മുസൽമാനാണെങ്കിൽ പോലും അവനെതിരെ പ്രതികരിക്കുന്നതിൽ 1-ാം സ്ഥാനത്ത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് കിട്ടിയേ മതിയാകൂ എന്ന ചിന്തയും പ്രാർത്ഥനയും മുൻപോട്ട് കൊണ്ടുപോകുന്നവരുമാ. ആ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെയും നമ്മളെ നാടിനെയും സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ
നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളെ രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തുള്ള മറ്റാരേക്കാളും അതാഘോഷിക്കാനും സന്തോഷിക്കാനുമുള്ള അവകാശം ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾക്കുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ പോർച്ചുഗീസുകാരായിട്ടും ബ്രിട്ടീഷുകാരായിട്ടും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തവരിൽ പലരും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ചരിത്രമായി രേഖപ്പെടുത്തപ്പെട്ടതാണ്. ആ ചരിത്രം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ അക്ഷരാഭ്യാസമുള്ള ആർക്കും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വതന്ത്ര ചരിത്രം ഇന്ന് ഈ രാജ്യത്തുള്ള പല ലൈബ്രറികളിലും അല്ലാത്ത ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കണ്ടെത്താനും സാധിക്കും. ഇതൊന്നും സാധിക്കാത്തവരാണെങ്കിൽ ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർ മുച്ചൂടും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പുറത്തുള്ള ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള രാജ്യത്തിന്റെ തലവന്മാരിരിക്കുന്ന സമയത്ത് അവർക്ക് നടുവിൽ ഗർജിക്കുന്നത് പോലെ സംസാരിച്ച ഒരു നേതാവായിരുന്നു മൗലാന ജൗഹർ എന്ന നമ്മളുടെ സ്വാതന്ത്ര്യത്തിന്റെ നേതാവ്. മൗലാന ജൗഹർ അലി അന്ന് പറഞ്ഞ വാക്ക്, എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ ഈ ജൗഹറിനെ അടക്കാൻ 6 അടി മണ്ണ് തരൂ എന്ന് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാർക്ക് മുൻപിൽ പ്രഖ്യാപിക്കുകയും അവസാനം ഈ രാജ്യത്തേക്ക് എത്താൻ സാധിക്കാതെ ഇന്നും ഫലസ്തീനിലെ മസ്ജിദുൽ അക്സയുടെ ഓരോരത്ത് മൗലാന ജൗഹർ സാഹിബിന്റെ കബറിടം ഇന്നും കാണുന്നവർക്കത് അവിടെ കണ്ടെത്താനും ആ ചരിത്രത്തെക്കുറിച്ച് തിരിച്ചറിയാനും സാധിക്കും. അതോടൊപ്പം മൗലാന ഷൗക്കത്ത് അലി ജൗഹറിന്റെ സഹോദരൻ, ഈ 2 പേരുടെയും മാതാവ് ബിയ്യുമ്മ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും മക്കളെ കൊടുക്കുകയും ചെയ്ത ബിയ്യുമ്മയടക്കം ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത അധ്യായമായി നമുക്ക് കാണാൻ സാധിക്കും. ശത്രുക്കൾക്ക് നേരെ പടവെട്ടിയിരുന്ന ഹൈദരലി സാഹിബിന്റെ മകൻ ടിപ്പു സുൽത്താൻ ഇന്ന് രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ രേഖകളിൽ നിന്ന് മുസ്ലിം പേരുകൾ കാണുമ്പോഴേക്കും അത് മാച്ച് കളയാൻ വേണ്ടി വെപ്രാളപ്പെടുമ്പോ, ഇല്ലാക്കഥകൾ കുത്തിപ്പെരുക്കി മുസ്ലിം പേരുകൾ ഇല്ലാതാക്കാൻ വേണ്ടി പലരും പേരയുണ്ടിക്കൊണ്ടിരിക്കുമ്പോ, രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ, ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും ടിപ്പു സുൽത്താനെ പോലെ, പിതാവ് ഹൈദരലിയെ പോലെ ബ്രിട്ടീഷുകാർക്ക് നേരെ നെഞ്ചുവിരിച്ച് പടപൊരുതുന്നവരിൽ ഒരു നാമം പോലും ഇന്നത് തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 1750 ബ്രിട്ടീഷുകാർ പശ്ചിമ ബംഗാളിലെ പ്ലാസിയിലൂടെ ഈ രാജ്യത്തേക്ക് അതിർത്തി കടന്ന് കുതിച്ചു കയറാൻ ഒരുങ്ങുമ്പോ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തന്റെ ജനതയോടൊപ്പം പ്രതിരോധിക്കാനിറങ്ങിയത് അന്ന് സിറാജുദ്ദീൻ ദൗള എന്ന ഭരണാധികാരിയായിരുന്നു എന്നുള്ളതും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രിട്ടീഷുകാർക്ക് നേരെ നെഞ്ചുവിരിച്ച് പടപൊരുതി അവസാനം അവിടെ മരണപ്പെട്ടുപോയ സിറാജുദ്ദീൻ ദൗളയടക്കം ഇസ്ലാമിക ചരിത്രത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏത് ഗ്രന്ഥം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ മുസ്ലിമിന്റെ പേരുകൾ പല ഭാഗത്തും നിരവധിയായി നമുക്ക് കണ്ടിറങ്ങാൻ സാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.